ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. ഇങ്ങനെ ഒരു ഉള്ളിക്കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ഒന്നും വേറൊരു കറികളുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയ ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കറി വെക്കാനുള്ള പാന് ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. വലിയ ജീരകം ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുള്ളിയും വെളുത്തുള്ളിയൊന്നും കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ എണ്ണയിലിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഈ കറിയിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ അതൊക്കെ എല്ലാവരും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യത്തിന് ഇങ്ങനെ വഴന്ന് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയൊരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വേറെ പച്ചക്കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉള്ളി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. ഉള്ളിയൊക്കെ നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വരണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ച് നല്ല പോലെ തന്നെ ഉടച്ച് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറി കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ നല്ലപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് വേണ്ടി കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് കുറക്കൊക്കെ ചെയ്യാം. പുളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് ഈ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കറി തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ ഇതാ കറിയൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. മസാലയും ഉള്ളി തക്കാളിയൊക്കെ ഓൾറെഡി കുക്കായി വന്നതാണ്. നമ്മൾ പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിടാം. തിളച്ച് വന്ന് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിടാവുന്നതാണ്.
ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും.